ഇന്ന് നമുക്ക് സെക്കൻഡ് തീമിലേക്ക് കടക്കാം. തീമിന്റെ പേര് കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്. രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ എന്നാണ്. അപ്പൊ തീം ഫസ്റ്റില് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷന്റെ എൻഡോടുകൂടി ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. There were several developments in different parts of the subcontinent during the long span of 1500 years following the end of Harappan civilization. ഹാരപ്പൻ സംസ്കാരത്തിന്റെ അന്ത്യത്തിന് ശേഷമുള്ള 1500 വർഷങ്ങൾ നീണ്ട കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഋഗ്വേദ വാസ് കമ്പോസ്ഡ്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? ഋഗ്വേദ വാസ് കമ്പോസ്ഡ്. ഋഗ്വേദം രചിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ് എമർജ്ഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി. അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ്, കാർഷിക അധിവാസ കേന്ദ്രങ്ങൾ എമർജ് ചെയ്തു എന്നുള്ളതാണ്. ഏതെല്ലാം പ്രദേശങ്ങളില? നോർത്ത് ഇന്ത്യ, ഡെക്കാൻ പ്ലേറ്റോ ആൻഡ് കർണാടക. ദെൻ തേർഡ് പോയിന്റ് എന്താണ്? എവിഡൻസ് ഓഫ് പാസ്റ്ററൽ പോപ്പുലേഷൻ. പാസ്റ്ററൽ പോപ്പുലേഷൻ, ഇടയ സമൂഹം അവിടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ എവിടെ നിന്നൊക്കെയാണ് ഈ എവിഡൻസ് ലഭ്യമായത്? ഡെക്കാനിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നുമാണ് പാസ്റ്ററൽ പോപ്പുലേഷന്റെ തെളിവുകൾ നമുക്ക് ലഭ്യമായത്. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ന്യൂ മോഡ്സ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഡെഡ് ആണ്. ഇൻക്ലൂഡിംഗ് ദ മേക്കിംഗ് ഓഫ് എലാബറേറ്റ് സ്റ്റോൺ സ്ട്രക്ചർ നോൺ ആസ് മെഗാലിത്ത്. മെഗാ മീൻസ് എന്താ? ബിഗ്, വലിയ ശിലകൾ അല്ലെ? മഹാശിലകൾ കൊണ്ട് ബെറിയൽസ് ഒക്കെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ ബറീഡ് വിത്ത് റിച്ച് ടൂൾസ് ആൻഡ് വെപ്പൺസ്. ഡെഡ് ബോഡിയോടൊപ്പം തന്നെ എന്താണ്? റിച്ച് ടൂൾസും വെപ്പൺസും. അയൺ കൊണ്ടുള്ളതാണ് കേട്ടോ. അയൺ കൊണ്ടുള്ള ടൂൾസും വെപ്പൺസും ഒക്കെ അവർ എന്ത് ചെയ്തു? ഡെഡ് ബോഡിയോടൊപ്പം തന്നെ ബറി ചെയ്തു എന്നുള്ളതും ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അടുത്ത പോയിന്റ് എമർജൻസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ്, എംപേഴ്സ് ആൻഡ് കിങ്സ്. എന്താണ്? ആദ്യകാല രാജ്യങ്ങള്, രാഷ്ട്രങ്ങള്, രാജാക്കന്മാര്, ഇതൊക്കെ എമർജ് ചെയ്ത് വരുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിവരങ്ങളൊക്കെ തന്നെ, അതായത് ഋഗ്വേദ കമ്പോസ് ചെയ്ത്, അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ് എമർജ് ചെയ്തു, പാസ്റ്റർ പോപ്പുലേഷൻസിന്റെ എവിഡൻസ് നമുക്ക് കിട്ടി, ന്യൂ മോഡ്സ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഡെഡ്, മെഗാലിത്തുകളെ കുറിച്ച് പറഞ്ഞു, അയൺ ടൂൾസ് ആൻഡ് വെപ്പൺസിനെ കുറിച്ച് പറഞ്ഞു, ദെൻ എമർജൻസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ്, എംപേഴ്സ് ആൻഡ് കിങ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ വിവരങ്ങളൊക്കെ ഹിസ്റ്റോറിയൻസിന് ഏതെല്ലാം സോഴ്സസിലൂടെയാണ് ലഭ്യമായെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. സെക്കൻഡ് സോഴ്സ് ടെക്സ്റ്റ്. തേർഡ് കോയിൻസ്. ദെൻ ലാസ്റ്റ് വിഷ്വൽ മെറ്റീരിയൽസ്. കൊത്തുലിഖിതങ്ങളിലൂടെയും ടെക്സ്റ്റുകളിലൂടെയും നാണയങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ വിഷ്വൽ മെറ്റീരിയൽസ്. വിഷ്വൽ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ദൃശ്യമായിട്ടുള്ള വസ്തുക്കള്. ഇവയിലൂടെയൊക്കെയാണ്, ഈ സോഴ്സസിലൂടെയൊക്കെയാണ് ഹിസ്റ്റോറിയൻസിന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത്. അടുത്തത് പ്രിൻസപ്പ് ആൻഡ് പിയദസ്സി. സം ഓഫ് ദ മോസ്റ്റ് മൊമെന്റസ് ഡെവലപ്മെന്റ് ഇൻ Indian epigraphy took place in the 1830s. 1830 ഇന്ത്യൻ എപ്പിഗ്രാഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രോത്ത് അല്ലെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി. അപ്പൊ എപ്പിഗ്രാഫി എന്താണ്? എപ്പിഗ്രാഫി
എപ്പിഗ്രാഫി ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഏത്? എപ്പിഗ്രാഫി. നമ്മള് സോഴ്സസിനകത്ത് ഇൻസ്ക്രിപ്ഷൻസ് പറഞ്ഞു, കോയിൻസ് പറഞ്ഞു, ടെക്സ്റ്റ് പറഞ്ഞു, അല്ലെ? അതുപോലെ തന്നെ വിഷ്വൽ മെറ്റീരിയൽസും പറഞ്ഞു. ഇവിടെ നമ്മൾ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചും കോയിൻസിനെ കുറിച്ചുമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. രണ്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്, ബ്രാഹ്മി ആൻഡ് ഖരോഷ്ടി. ബ്രാഹ്മി ആൻഡ് ഖരോഷ്ടി, ഇത് രണ്ട് സ്ക്രിപ്റ്റ് ആണ്. ദിസ് സ്ക്രിപ്റ്റ് യൂസ്ഡ് ഇൻ ദ earliest inscriptions and coins were deciphered during this period. earliest ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസിലും അതോടൊപ്പം തന്നെ കോയിൻസിലും ഉപയോഗിച്ചിട്ടുള്ള രണ്ട് സ്ക്രിപ്റ്റ് ആണ് ഇത്, ബ്രാഹ്മി ആൻഡ് ഖരോഷ്ടി. ഈ സ്ക്രിപ്റ്റ് ഡിസിഫർ ചെയ്തത് ആരാണ്? ജെയിംസ് പ്രിൻസപ്പ്. These scripts were deciphered by James Prinsep, an officer of ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജെയിംസ് പ്രിൻസപ്പ് ആണ് ബ്രാഹ്മി ഖരോഷ്ടി സ്ക്രിപ്റ്റ്, ഈ രണ്ട് സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്തത്. പ്രിൻസപ്പ് ഡിസ്കവേർഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദീസ് ഇൻസ്ക്രിപ്ഷൻസ് റെഫർ ടു എ കിങ് കോൾഡ് പിയദസി. ഈ ഇൻസ്ക്രിപ്ഷനകത്ത് അതിനകത്ത് ആ ഇൻസ്ക്രിപ്ഷനെ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ് ഏതാണ്? ബ്രാഹ്മി ഖരോഷ്ടി സ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻസ്ക്രിപ്ഷനകത്ത് ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ് ഏതെല്ലാമാണ്? ബ്രാഹ്മിയും ഖരോഷ്ടി സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ ഈ ഇൻസ്ക്രിപ്ഷനകത്ത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? പിയദസി എന്ന് പറയുന്ന ഒരു കിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. പിയദസി അല്ലെ? പിയദസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് പ്ലസന്റ് ടു ബിഹോൾഡ് എന്ന് വെച്ചാൽ എന്താണ്? കാഴ്ചയ്ക്ക് ആനന്ദമുണ്ടാക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. When this was compared with the Buddhist text, ഈ പിയദസി എന്ന് പറയുന്ന വാക്ക് അല്ലെ ഒരു രാജാവിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രിൻസപ്പ് എന്ത് ചെയ്തു? ബുദ്ധ ഗ്രന്ഥങ്ങള് പരിശോധിച്ചു. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് പിയദസി വാസ് അശോക. ബുദ്ധമത ഗ്രന്ഥങ്ങള് പരിശോധിച്ചപ്പോൾ പിയദസി ആരാണ്? നമ്മുടെ അശോകൻ, അതായത് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് മൗര്യൻ എംപയർ അല്ലെ? മൗര്യ സാമ്രാജ്യത്തിന്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു ആര്? അശോകൻ. അപ്പൊ അദ്ദേഹത്തെയാണ് ഈ പിയദസി എന്ന പേരില്ല ഓരോ ഇൻസ്ക്രിപ്ഷനകത്തും സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് ജെയിംസ് പ്രിൻസപ്പ് മനസ്സിലാക്കി. അടുത്തത് the earliest state, the 16 മഹാജനപദാസ്, 16 മഹാജനപദങ്ങളുടെ രൂപീകരണത്തെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. The 6th century BC is often regarded as a major turning point in early Indian history. ആദ്യകാല ഇന്ത്യ ചരിത്രത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് 6th century BC. എന്തുകൊണ്ടാണ് 6th century BCയെ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടേണിംഗ് പോയിന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്? അതിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ റൈസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ്. ദ ഫോർമേഷൻ ഓഫ് ലാർജ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സിലേക്ക് മഹാജനപദാസ് took place during this period. മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്ന മഹാരാജ്യങ്ങളുടെ രൂപീകരണം നടന്ന കാലഘട്ടമാണ് 6th century BC. Second point, the rise of cities and towns. It was the period of second urbanization in Indian history. ഇന്ത്യ ചരിത്രത്തിന്റെ രണ്ടാം നഗരവൽക്കരണം നടന്ന കാലഘട്ടമാണ് 6th century BC എന്ന് പറയുന്നത്. Then the growing use of iron. The widespread use of iron led to the clearing of forest and the growth of agriculture. അയണിന്റെ വ്യാപകമായ ഉപയോഗം എന്തിനൊക്കെ വഴിതെളിച്ചു? ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാനും അതോടൊപ്പം തന്നെ കൃഷിയുടെ ഗ്രോത്ത് അല്ലെ,
കൃഷിയുടെ വളർച്ചയ്ക്കും കാരണമായി. Then the development of coinage. The use of metallic coins facilitated the growth of trade. ലോഹനിർമ്മിതമായിട്ടുള്ള കോയിനുകളുടെ ഉപയോഗം ട്രേഡിന്റെ വളർച്ചയ്ക്കും കാരണമായി. Then last point, the growth of several system of thought, including Buddhism and Jainism. ബുദ്ധമതവും ജൈനമതം തുടങ്ങിയ വിവിധ ചിന്താ വ്യവസ്ഥകൾ രൂപം കൊണ്ട ഒരു കാലഘട്ടമായിരുന്നു 6th സെഞ്ചുറി BC എന്ന് പറയുന്നത്. അപ്പൊ എന്തെല്ലാം ആണ് 6th സെഞ്ചുറിയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ്, ദ റൈസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ്. ഇതിനകത്ത് മഹാജനപദാസ് ആണ് വരുന്നത്. റൈസ് ഓഫ് സിറ്റീസ് ആൻഡ് ടൗൺസ്. സെക്കൻഡ്, അർബനൈസേഷൻ. ദ ഗ്രോയിങ് യൂസ് ഓഫ് അയൺ. അയൺ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാനും അഗ്രികൾച്ചറിന്റെ ഗ്രോത്തിനും ഒക്കെ അത് കാരണമായി. ദ ഡെവലപ്മെന്റ് ഓഫ് കോയിനേജ്. ഏത് കോയിൻ അവർ യൂസ് ചെയ്തത്? മെറ്റാലിക് കോയിൻസ് ആണ് യൂസ് ചെയ്തത്. ഗ്രോത്ത് ഓഫ് സെവറൽ സിസ്റ്റം ഓഫ് തോട്ട്. ഏതെല്ലാം തോട്ടുകളാവുന്നത്? ജൈനമതവും ബുദ്ധമതവും ഒക്കെ ഈ കാലഘട്ടത്തിലാണ് ഒറിജിൻ ചെയ്തത്. The Mahajanpadas were a set of 16 kingdoms that were existed in India in the 6th and 5th century BC. So the 6th and 5th century BC is often regarded as a major turning point in early Indian history. It saw the emergence of first large cities after the demise of the Indus Valley civilization. It all began when the tribes or janas of the late Vedic period decided to form their own territorial communities, which eventually gave rise to new and permanent areas of settlement called the Janpadas. So many prominent ancient Buddhist texts, they make frequent reference to these 16 Mahajanpadas or 16 great kingdoms that flourished between 6th and 4th century BC. These 16 kingdoms include kingdoms like Anga, Gandhara, Kuru and Panchala, which are mentioned in the great Indian epic Mahabharata. So if you see the map of these 16 kingdoms, these are the main 16 kingdoms. They are Kashi, Kosala, Anga, Magadha, Vajji, Malla, Chedi, Vatsa, Kuru, Panchala, Macha, Surasena, Asaka, Avanti, Gandhara and Kamboja. If you see all these 16, you'll find that only one particular kingdom is in the south, and that is Asaka. This is important from prelims point of view. And coming to the present day Pakistan, you'll find Kamboja and Gandhara, and out of these Gandhara is a very important Mahajanpada. We'll discuss that in the coming slides. And coming to the other Mahajanpadas, the most important Mahajanpada is Magadha. So this is Magadha. We'll discuss this also in the coming slides. But if you notice this map of India very carefully, you'll find that most of the Mahajanpadas are situated mainly in this location. So why is that? So why are they mainly in this Ganga basin belt? So that we'll see why Mahajanpadas came up in these locations only. So in the 6th century BC, present day Bihar and eastern UP became centers of political activities, as the region was not only fertile but also closer to iron ore production. So this was rich in iron ore. Okay, and this iron was used for making tools like plow, and it was even used for making weapons. Okay, so this is one reason. And the other reason is that most of the Mahajanpadas came up beside rivers. So if you see this map, if you go and see each and every Mahajanpada, you'll find that beside each and every Mahajanpada there is a river. For example, Magadha is surrounded by 3 different rivers. Okay, so similarly each and every Mahajanpada is situated beside river. So why they came up in these locations, mainly in this location, is because
they had the resources that were needed at that time, like iron ore and water in the sense rivers. So what is the nature of these Mahajanpadas? Okay, we have seen that Mahajanpadas came up mostly in the present day Bihar and UP region, but what is the nature of these Mahajanpadas? Some of the Mahajanpadas were monarchy in nature and some were republic. So the main difference between monarchy and republic is that in monarchy, for example, if the father is the king, so then the son also becomes the king. So this is monarchy. That means the power is passed down through the next generation. Whereas in republic, it may not necessarily be through hereditary. However, people might elect the main leader. So that is republic. So each and every Mahajanpada, they maintained armies in that time itself, and taxes were collected from people, and iron plow was used. One more very interesting thing of Mahajanpadas is they began using coins. So, for example, these coins were used in some Mahajanpada. So, the usage of coins started at this age. In the early text of Buddhism and Jainism, we find a mention of 16 states called Mahajanavadas. ആദ്യകാല ബുദ്ധമത ജൈനമത ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 16 സ്റ്റേറ്റുകളെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ആ 16 സ്റ്റേറ്റുകളെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മഹാജനപദങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ മഹാജനപദങ്ങൾക്ക് മുമ്പായിട്ട് നമുക്ക് ജനപദ എന്താണെന്ന് നോക്കാം. ജനപദ മീൻസ് the land or territory where a jana sets its foods or settles. ജനപദ, ജനത്തിന്റെ പാദം പതിഞ്ഞ സ്ഥലത്തിനെയാണ് ജനപദം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അത് ഒരുപക്ഷെ ജനങ്ങളുടെ പാദം പതിഞ്ഞതാകാം, അതോടൊപ്പം തന്നെ അവരവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ളതും ആകാം. ഈ ജനപദം എന്താണെന്ന് മനസ്സിലായല്ലോ. ജനപദ, ജനത്തിന്റെ പാദം പതിഞ്ഞ സ്ഥലത്തിനെയാണ് ജനപദ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഈ മഹാജനപദങ്ങളിലേക്ക് പോവാം. 16 മഹാജനപദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അംഗ, മഗധ, വജ്ജി, കാശി, മല്ല, കോസല, അശ്മക, അവന്തി, വത്സം, ചേതി, പാഞ്ചാല, ശുരസേന, മത്സ്യ, കുരു, ഗാന്ധാര ആൻഡ് കംബോജ. ഇതാണ് 16 സ്റ്റേറ്റുകൾ. മഹാജനപദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 16 സ്റ്റേറ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. The most important among them were Vajji, Magadha, Kosala, Kuru, Panchala, Gandhara and Avanti. എന്തുകൊണ്ടാണ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? These names occur in the text frequently. ജൈന ബുദ്ധ മത ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ നെയിംസ് റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ബുദ്ധ മത ഗ്രന്ഥമായിട്ടുള്ള അംഗുത്തര നികായയും ജൈന ടെക്സ്റ്റ് ആയിട്ടുള്ള ഭാഗവത സൂക്തയിലും വാക്യ പ്രജാപതിയിലും ഈ മഹാജനപദങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഹാജനപദത്തിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദ മഹാജനപദ വെയർ റൂൾഡ് ബൈ കിങ്സ്. മിക്ക മഹാജനപദങ്ങളും ഭരിക്കുന്ന ആരാണ്? രാജാക്കന്മാരാണ്. സം ഓഫ് ദം വെയർ ഒലിഗാർക്കീസ് ഓർ റിപ്പബ്ലിക്. എന്നാൽ മറ്റു ചില ജനപദങ്ങള് ഒലിഗാർക്കീസ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കുകളാണ് ഭരിക്കുന്നത്. ദേ വെയർ നോൺ ആസ് ഗണാസ് ഓർ സംഘാസ്. അവയെ ഗണങ്ങൾ അല്ലെങ്കിൽ എന്താണ് സംഘങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇൻ ഒളിഗാർക്കിക് സ്റ്റേറ്റ്സ് പവർ വാസ് ഷെയർഡ് ബൈ എ നമ്പർ ഓഫ് മെൻ. എന്താണ് പവർ ആരാണ് ഷെയർ ചെയ്യുന്നത്? പവർ വാസ് ഷെയർഡ് ബൈ എ നമ്പർ ഓഫ് മെൻ. ഒരു കൂട്ടം വ്യക്തികളാണ് പവർ അവിടെ ഷെയർ ചെയ്യുന്നത്. അവയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? രാജാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബോത്ത് ബുദ്ധ ആൻഡ് മഹാവീര ബിലോങ്ഡ് ടു സച്ച് ഗണാസ്. നമ്മുടെ ബുദ്ധനും മഹാവീരനും ഒക്കെ അല്ലെ ഈ ഒരു ഗണത്തിൽപ്പെട്ട വ്യക്തികളായിരുന്നു. ഈ മഹാജനപദത്തിന്റെ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈച്ച് മഹാജനപദ ഹാഡ് എ ക്യാപിറ്റൽ സിറ്റി. ഓരോ മഹാജനപദത്തിനും എന്തുണ്ട്? ഒരു തലസ്ഥാന നഗരിയുണ്ട്. വിച്ച് വാസ് ഓഫൺ ഫോർട്ടിഫൈഡ്. അവയ്ക്ക്
അവയെ എന്ത് ചെയ്യുമായിരുന്നു? കോട്ട കെട്ടി വേണ്ട സംരക്ഷണവും അവർ നൽകിയിരുന്നു. The state required resources. സ്റ്റേറ്റിന് എന്ത് ആവശ്യമുണ്ട്? റിസോഴ്സസ് ആവശ്യമുണ്ട്. എന്തിനാണ് റിസോഴ്സസ്? ടു മെയിൻറ്റെയിൻ ദ ഫോർട്ടിഫൈഡ് സിറ്റീസ്, സ്റ്റാൻഡിംഗ് ആർമീസ് ആൻഡ് ബ്യൂറോക്രസീസ്. ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെയും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് ആർമി, ഒരു സ്ഥിര സൈന്യത്തെയും, അതുപോലെ തന്നെ എന്താണ് സിറ്റീസ് ഒക്കെ ഫോർട്ടിഫൈ ചെയ്യാനും ഒക്കെ എന്താവശ്യമാണ്? റിസോഴ്സസ് ആവശ്യമാണ്. From 6th century BC onwards, Brahmanas began to compose Sanskrit text known as Dharma Sutras. Brahmanas എന്ത് ചെയ്തു? സംസ്കൃത ഗ്രന്ഥമായിട്ടുള്ള ധർമ്മ സൂത്രാസ് എന്ത് ചെയ്തു? അവർ കമ്പോസ് ചെയ്തു, അവർ രചിച്ചു. This formulated the rules and norms for all sections including king. രാജാവ് ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും പാലിക്കേണ്ട റൂൾസ് ആൻഡ് നോംസ് എന്ന് വെച്ചാൽ എന്താ? നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റ് വാസ് എക്സ്പെക്ടഡ് ദാറ്റ് ദ റൂളേഴ്സിനെ എന്തായിട്ടാണ് ധർമ്മസൂത്രങ്ങളിൽ പറയുന്നത്? ക്ഷത്രിയാസ് ആയിട്ടാണ് പറയുന്നത്. ധർമ്മസൂത്രങ്ങളിൽ എങ്ങനെ പറയുന്നത്? ക്ഷത്രിയാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ധർമ്മസൂത്രങ്ങള് അഡ്വൈസ് ദ റൂളേഴ്സ് ടു കളക്ട് ടാക്സ് ആൻഡ് ട്രിബ്യൂട്ട് ഫ്രം കൾട്ടിവേറ്റേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് ആർട്ടിസൻസ്. അതോടൊപ്പം തന്നെ ധർമ്മസൂത്രങ്ങള് ക്ഷത്രിയരെ ആയിട്ട് റൂളേഴ്സിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റൂളേഴ്സിനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ടു കളക്ട് ടാക്സ് ആൻഡ് ട്രിബ്യൂട്ട്. ആരിൽ നിന്നൊക്കെയാ? കൾട്ടിവേറ്റേഴ്സിൽ നിന്നും ട്രേഡേഴ്സിൽ നിന്നും ആർട്ടിസൻസിൽ നിന്നും എന്താണ്? ടാക്സസും ട്രിബ്യൂട്ടും ഒക്കെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യാനും ധർമ്മസൂത്രങ്ങൾ ആരോട് പറയുന്നുണ്ട്? നമ്മുടെ റൂളേഴ്സിനോട് പറയുന്നുണ്ട്. ഇപ്പൊ 16 മഹാജനപദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ എത്തിയത് നമ്മുടെ മഗധയാണ്. മഗധ. ബിറ്റ്വീൻ ദ 6th and 4th century BC, മഗധ became the most powerful മഹാജനപദ. അപ്പം 6 മുതൽ 4 വരെയുള്ള നൂറ്റാണ്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ മഗധയാണ് മോസ്റ്റ് പവർഫുൾ മഹാജനപദയായിട്ട് ഉയർന്നു വന്നത്. മോഡേൺ ഹിസ്റ്റോറിയൻസ് എക്സ്പ്ലെയിൻസ് ദിസ് ഡെവലപ്മെന്റ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. മോഡേൺ ഹിസ്റ്റോറിയൻസ് മഗധ എങ്ങനെയാണ് ഈ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് എന്നതിനെ കുറിച്ച് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള വേസിലൂടെയാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫെർട്ടൈൽ റീജിയൻ ആണ്. ഫെർട്ടൈൽ റീജിയൻ. Magadha was a region where agriculture was especially productive. ഫെർട്ടൈൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമായിരുന്നു ഏത്? മഗധ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് അയൺ മൈൻസ്, ഇരുമ്പ് ഖനികൾ. അയൺ മൈൻസ് അതായത് ഇന്നത്തെ ജാർഖണ്ഡ് വരുന്നത്, പ്രസന്റ് ഡേ ജാർഖണ്ഡ്, were accessible and provided resources for tools and weapons. ടൂൾസും വെപ്പൺസും ഒക്കെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇരുമ്പുകൾ അവിടുത്തെ അയൺ മൈൻസിൽ നിന്ന് അവർക്ക് ലഭ്യമായിരുന്നു. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? എലിഫന്റ്സ്. ആൻ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് ദ ആർമി. ആർമിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് എന്ന് പറയുന്നത് എലിഫന്റ്സ് എന്ന് പറയുന്നത്. വേർ ഫൗണ്ട് ഇൻ ഫോറസ്റ്റ് ഇൻ ദ റീജിയൻ. അവിടുത്തെ ഫോറസ്റ്റിൽ, അവിടുത്തെ വനപ്രദേശങ്ങളിലെ എലിഫന്റ്സ് ആവോളം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആനകളെ സൈന്യത്തിൽ ഉപയോഗിച്ച പ്രദേശം കൂടിയാണ് ഇത് മഗധ എന്ന് പറയുന്ന സാമ്രാജ്യം. അടുത്തത് ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് പ്രൊവൈഡഡ് എ മീൻസ് ഓഫ് ചീപ്പ് ആൻഡ് കൺവീനിയന്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോ ഈ സ്ഥലത്തൂടെ ഒഴുകുന്ന ഗംഗയും അതിന്റെ പോഷക നദികളും വളരെ ചെലവ് കുറഞ്ഞ യാത്രാ സൗകര്യം ജനങ്ങൾക്ക് നൽകുകയുണ്ടായി. ദെൻ ക്യാപിറ്റൽസിനെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. ക്യാപിറ്റൽസ് ഇനിഷ്യലി രാജഗൃഹ എന്ന് വെച്ചാൽ എന്താ? വേർഡിന്റെ മീനിങ് തന്നെ ഹൗസ് ഓഫ് ദ കിങ് എന്നാണ്, രാജാവിന്റെ വീട്. The Prakrit name for the present day Rajagir in Bihar was the capital of
മഗധയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? രാജഗൃഹയാണ്. സറൗണ്ടഡ് ബൈ ഹിൽസ് ആണ്. അതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്? കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമായിരുന്നു ഏത്? രാജഗൃഹ എന്ന് പറയുന്നത്. അതായത് 4th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? പാടലിപുത്ര, അതായത് പ്രസന്റ് ഡേ പാറ്റ്ന, പാടലിപുത്രത്തിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്തു. കമാൻഡിംഗ് റൂട്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ ഗംഗ. അപ്പൊ ഇവിടെ എന്താണ്? ഗംഗാ നദി അവർക്ക് വേണ്ട എന്താണ്? കമ്മ്യൂണിക്കേഷൻ റൂട്ട്സ് ഒക്കെ നൽകിയത് ഗംഗാ നദിയാണ്. അടുത്തത് പോളിസീസ് ഓഫ് മഗധൻ റൂളേഴ്സ് എന്നുള്ളതാണ്. The early Buddhist and Jaina writers who wrote about Magadha attributed its power to the policies of individual. മഗധ ശക്തമായ ഒരു സാമ്രാജ്യമായിട്ട് വരാനുള്ള കാരണം മഗധ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പോളിസീസ് ആയിരുന്നു എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. Ruthlessly ambitious king of whom Bimbisara, Ajatashatru, Mahapadmananda are the best known and their ministers who helped to implement their policies. രാജാക്കന്മാരുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുന്ന മന്ത്രിമാരും മഗധയെ അതിന്റെ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അതായത് നമ്മുടെ രാജാക്കന്മാരായിട്ടുള്ള ബിംബിസാര, അജാതശത്രു, മഹാപത്മനന്ദ എന്നീ രാജാക്കന്മാർക്കെല്ലാം സമർത്ഥന്മാരായിട്ടുള്ള മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഈ റീസൺ ഒക്കെയാണ് മഗധയെ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. 16 മഹാജനപദങ്ങളിൽ ഒന്നാമതായിട്ട് മഗധയെ കൊണ്ടുവന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫെർട്ടൈൽ റീജിയൻ ആണ്. ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു മഗധ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് എന്താണ് എക്സസ് ആയിട്ട് അല്ലെ സർപ്ലസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അടുത്ത അയൺ മൈൻസ് ആണ്. അയൺ ടൂൾസും വെപ്പൺസും ഒക്കെ അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചു. ദെൻ എലിഫന്റ്സ്, ആർമിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻസ് ആണ് ഏതെന്ന് പറയുന്നത്? എലിഫന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എലിഫന്റിനെ എന്താണ് സൈന്യത്തിൽ ഉപയോഗിച്ചു വന്നതിനുള്ള ക്രെഡിറ്റും മഗധയ്ക്കാണുള്ളത്. കിങ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്, വളരെ എന്താണ് ചെലവ് കുറഞ്ഞ ഒരു ഗതാഗത സംവിധാനം ഉണ്ടാക്കിയെടുത്തത് ഗംഗയും അതിന്റെ പോഷക നദികളുമായിരുന്നു. ക്യാപിറ്റൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാജഗൃഹയാണ്. രാജഗൃഹ എന്ന് പറയുന്ന രാജാവിന്റെ വീട് എന്നാണ് അർത്ഥം. ഫസ്റ്റ് ക്യാപിറ്റൽ ആണ് രാജഗൃഹ. 4th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് അതിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? പാടലിപുത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ക്യാപിറ്റല് നോട്ട് ചെയ്യണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാജഗൃഹയാണ്. സെക്കൻഡ് ക്യാപിറ്റൽ ആണ് ഇത് പാടലിപുത്ര എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? പോളിസീസ് ഓഫ് മഗധൻ റൂളേഴ്സ്. മഗധയിലെ ആരൊക്കെയാണോ മഗധ ഭരിച്ചിരുന്നത് അവരുടെ പോളിസീസ് മഗധയെ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള മറ്റൊരു കാരണം കൂടി ആയിരുന്നു. Magadha is mentioned in the Jain and Buddhist texts. The ancient kingdom of Magadha is heavily mentioned in both these texts, and it is also mentioned in the Ramayana and Mahabharata also. It is mentioned in Mahabharata, Ramayana, and even the Puranas. So Magadha was one of the most prosperous kingdoms of ancient India and one of the most prominent Mahajanpadas. For many years, Patliputra was the capital of Magadha, but before Patliputra, Rajgriha was the capital, but later on Patliputra, that is present day Patna, was made the capital. So one important special feature of Magadha is that the kingdom was bounded by Ganges in the north, river Champa in the east, and river Sun in the west. So Magadha was covered in 3 different directions with 3 different rivers. So this was very beneficial because if any kingdom wants to attack Magadha, during that time the resources to pass through these rivers were very few. So it was very difficult for the other kingdoms to attack Magadha. And this is one of the most prosperous Mahajanpada. We have discussed this point, surrounded by Ganga, Champa and Sun. And the kingdom was also ruled by the king Bimbisara, okay, and under whom the Magadha empire flourished. And the great Indian empires, including the famous Maurya dynasty, originated in Magadha itself.
and even Gautam Buddha spent most of his time in this area, that is Magadha. Okay, and one more point about Magadha is that it is situated at the center of Gangetic Plain. So here the land is very very fertile and the crops were well grown. As already discussed, it was surrounded by rivers and it was very difficult for the enemy to attack them. This is the reason why Magadha became a powerful Mahajanpada.